ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് സോൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. ഇന്ന് റെസ്റ്റോറൻറ്റ് റിവ്യൂ ആണ്. റെസ്റ്റോറൻറ്റിൻ്റെ പേര് അമ്മൂൺ റെസ്റ്റോറൻറ്റ് എന്നാണ്. ഒരു ഈജിപ്ഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ ചെറിയൊരു സീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റിംഗ് ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ കിച്ചണിലൊക്കെ ചെന്നപ്പോൾ അവിടെ ഫലാഫിലൊക്കെ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചെന്നപ്പോൾ ഫസ്റ്റ് സാലഡ്സും കാര്യങ്ങളും തന്നു. ഞാനൊരു മിക്സ് ഗ്രില്ലാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈജിപ്ഷ്യൻ മിക്സ് ഗ്രില്ല്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈജിപ്ഷ്യൻ കുറച്ച് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഈജിപ്ഷ്യനിൽ കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഡിഷസും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് അതൊന്ന് എടുത്ത് കഴിച്ചത് അറൈസ് ആയിരുന്നു. അറൈസ് അറിയാം, എല്ലാവർക്കും അറിയാം, ഗ്രില്ലിൽ റൈസ് ഉണ്ടാകും. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇവരെ റൈസ്, ഒരു രക്ഷയുമില്ല. പിന്നെ അവിടുത്തെ ഫലാഫിലൊക്കെ നല്ല സൈസ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അവർ ഈജിപ്ഷ്യൻ കഷൗരി, ഈ കടലയും ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ടത് കാണുന്നതാണ് ഈജിപ്ഷ്യൻ കഷൗരി. അത് അവിടുത്തെ ഈജിപ്ഷ്യയിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇവരുടെ ഫലാഫിൽ നല്ല സൈസാണ്. അതിൻ്റെ മുകളിൽ സിസൈം സീഡ്സും മല്ലിയൊക്കെ ഇട്ടിട്ട് അതൊരു എന്താ പറയുക, നല്ല സൈസും ഉണ്ട്. ഞാൻ ഈ മല്ലിയും ഈ സിസൈം സീഡൊക്കെ മുകളിലിട്ട ഫലാഫിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ്, ഒരുപാട് ഫലാഫിൽ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ രീതിക്കുള്ള ഫലാഫിൽ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നല്ല സൈസുണ്ട്. രണ്ട് ഫലാഫിൽ കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല നമുക്ക് വയറ് നിറയാനുള്ളതുണ്ട്. പല ഷേപ്സിലുള്ള ഫലാഫിലുണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഫലാഫിൽ എല്ലാവർക്കും ഇഷ്ടമാവുന്നതാണല്ലോ. പിന്നെ കഷൗരി ഈ റെഡ് ഇരിക്കുന്നത് കഷൗരിയുടെ കൂടെ ഒഴിച്ച് കഴിക്കേണ്ട സൂപ്പാണ്. അപ്പോൾ ഞാൻ കഷൗരി കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇതാ ഈ ഉള്ളി പൊരിച്ചത്, കടല, നൂഡിൽസ്, പാസ്ത, ഈജിപ്ഷ്യൻ റൈസ്, പിന്നെ അതിലെന്തൊരു പരിപ്പ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കഷൗരി. ഇതൊരു ബോൾ കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നന്നായിട്ട് നിറയും. ഇത് ഈജിപ്തിൽ അത്രയും ഫേമസ് ആയി. നമ്മൾ മലബാറി ദം ബിരിയാണി എന്നൊക്കെ പറഞ്ഞ പോലെ കേരളത്തിൽ അതുപോലെ തന്നെയാണ് അവിടെ കഷൗരി ഈജിപ്തിൽ അവരുടെ ഏറ്റവും ഫേവറേറ്റുള്ള ഒരു നേരത്തെ ഡിഷായിട്ട് നമുക്കിത് കഴിക്കട്ടെ. എനിക്ക് അങ്ങനെ തോന്നി. ഭയങ്കര ഹെവിയാണ്, ടേസ്റ്റ് ഉണ്ട്. ഓക്കെ. പിന്നെ ഈ സോസ് തക്കാളിയും ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു സോസാണ്. അതൊഴിച്ചിട്ട് വേണം കഷൗരി കഴിക്കാൻ. അപ്പോൾ അത് ഞാൻ കഴിച്ചു. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ആയിരുന്നു. ഇത്രയും ഗ്രില്ലും ഈ ഹെവി ആയിട്ടുള്ള കഷൗരിയും എല്ലാം കൂടി കഴിക്കുമ്പോൾ തന്നെ ആക്ച്വലി വയറ് നന്നായിട്ട് പെട്ടെന്ന് നിറയും. പിന്നെ ഈ കഷൗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സ്നാക്ക് പോലെയൊക്കെ ചായയുടെ കൂടിയും കഴിക്കാം, കട്ടൻ ചായയുടെ കൂടിയും കഴിക്കാം. ഓക്കെ, അങ്ങനെ തോന്നിയിട്ട് എനിക്ക്. ഓക്കെ. പിന്നെ അവിടെ മുമ്പർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു, ഈജിപ്ഷ്യൻ സ്റ്റഫ്ഡ് റൈസാണ്. ഞാനൊക്കെ ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായിക്കോളന്നില്ല, പക്ഷേ അവിടെ അത് ഭയങ്കര ഫേമസ് ആണ്. അവർ ഈജിപ്ഷ്യൻ റൈസ് എന്ന് പറയുന്നത് നമ്മുടെ റൈസ് പോലത്തെ റൈസല്ല, ഒരു സ്പെഷ്യൽ റൈസാണ്. അത് ഈ മീറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇട്ട് വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് കാണുമ്പോൾ കബാബാണ് തോന്നുന്നു. നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ഫ്രഷ് സാധനമായിരുന്നു. കാണുമ്പോൾ കബാബാണ് എന്ന് തോന്നും, പക്ഷേ കബാബല്ല, എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. ഉള്ളിൽ ഫുള്ള് റൈസാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇത് മൊത്തം ഹെവിയാണ്. ഹെവി ആയിട്ടുള്ളൊരു ഗ്രില്ലും കഷൗരിയും എല്ലാം കൂടി എന്താ പറയുക, കഴിച്ച് നമുക്ക് എത്തുന്നില്ല എന്ന് പറയില്ല, അതായിരുന്നു. അപ്പോൾ പിന്നെ ആക്ച്വലി അവർ നമ്മൾ ഫുഡ് റിവ്യൂവിന് വേണ്ടി വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്രില്ല് മാത്രമേ, നിങ്ങളുടെ ഈജിപ്ഷ്യൻ സ്പെഷ്യലായിട്ടുള്ള ഡിഷസ് കൂടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കോഫ്താസ് ആണെങ്കിലും കബാബ്സ് ആണെങ്കിലും ടിക്കാസ് ആണെങ്കിലും എന്താ പറയുക, ഒരു രക്ഷയില്ല. സാധാരണ ഈ മീറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന, മട്ടൻ കൊണ്ടായാലും ബീഫ് കൊണ്ടുണ്ടായാലും മീറ്റ് കൊണ്ടിരിക്കുന്ന കോഫ്താസ് ആണ് കബാബ്സ് ആണ് കുറച്ച് ഹാർഡൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയല്ല, സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിരുന്നു. അതേപോലെ ടിക്കാസൊക്കെ അങ്ങനെ തന്നെ, ചിക്കൻ്റെ ആയാലും മട്ടൻ്റെ ആയാലും ബീഫിൻ്റെ ആയാലും എല്ലാ ഇതിലും ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവരുടെ ഇതാണ് ഹവൗഷി, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ മലയാളി ടേസ്റ്റ് ബഡ്സിനൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു മുട്ടയുടെ ടേസ്റ്റൊക്കെ തോന്നും. അത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ അവരുടെ സൂപ്പാണ്. ഈ സൂപ്പിൽ ഞാൻ നാരങ്ങ പിഴിയാൻ നോക്കുമ്പോൾ നാരങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് വീണു. അപ്പോൾ വീണ്ടും നാരങ്ങ ഒഴിക്കുകയാണ് ഞാൻ. ഇതൊരു ഈജിപ്ഷ്യൻ സൂപ്പാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന സൂപ്പിൻ്റെ ടേസ്റ്റേ അല്ല. ഓക്കെ. നല്ലോണം ഇറച്ചിയുണ്ട്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈജിപ്ഷ്യൻ റൈസ് കാണുന്നത് റൈസാണ്, അതരിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഓക്കെ ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ടേസ്റ്റ് പരിചയമില്ലല്ലോ. പക്ഷേ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഈ ഒരു ഇത് കഴിച്ചാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറ് നിറയും, റൈസൊക്കെ ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ കുറേ സാധനങ്ങൾക്ക് നമുക്ക് അറ്റ് എ ടൈം കുറേ സാധനങ്ങൾ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്കിത് കഴിച്ച് തീരുന്നില്ല, അതാണ് പ്രശ്നം. പിന്നെ ഇതിൻ്റെ കൂടെ തരുന്നത് ഈജിപ്ഷ്യൻ ബ്രെഡാണ്, നോർമൽ കുബൂസ് അല്ല. കുബൂസിൻ്റെ ടേസ്റ്റും അല്ല, നമ്മൾ കഴിക്കുന്ന സാധാരണ ബ്രെഡിൻ്റെ ടേസ്റ്റ്, ഇതൊരു വേറെ ടേസ്റ്റാണ് ഈ ബ്രെഡിന്. അപ്പോൾ ഇതാണ് നമുക്ക് ഹമൂസിലും തൂമിലൊക്കെ മുക്കി കഴിക്കേണ്ടത്. അത് നല്ല ടേസ്റ്റാണ്. ഈജിപ്ഷ്യൻ ബ്രെഡ് നിങ്ങൾക്ക് ഷാർജ കോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കിട്ടും ഈജിപ്ഷ്യൻ ബ്രെഡ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഗ്രില്ലിൻ്റെ കൂടെ അതിൽ മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡും അല്ലെങ്കിൽ ടിക്ക കബാബോ പിന്നെ അതിൽ മുക്കിയിട്ട് ആ ഹമൂസിലും തഹിന് ഇതിലൊക്കെ ഗാർലിക് പേസ്റ്റിലൊക്കെ മുക്കി കഴിക്കാൻ അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈജിപ്ഷ്യൻ ബ്രെഡ് ട്രൈ ചെയ്യാത്തവർ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹവൗഷിയാണ് ഒന്നുകൂടി എടുത്ത് കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും മസ്റ്റ് ട്രൈ ഐറ്റം ഈ ഹവൗഷിയാണ്, ഈജിപ്ഷ്യൻ ഹവൗഷിയാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ മീറ്റൊക്കെ അരച്ച് മുട്ടയൊക്കെ ചേർത്തിട്ടുണ്ട്. മുട്ട ടേസ്റ്റൊക്കെ തോന്നി എനിക്ക്. അതിങ്ങനെ നമ്മളെന്തൊരു പപ്പടം കഴിക്കണ പോലെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിൽ മീറ്റിൻ്റെ ഫ്ലേവറും ഉണ്ട്, നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റുള്ള സാധനം. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ ഇത് ഒരു ഗാർലിക് സൂപ്പാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ലാസ്റ്റ് ഗാർലിക് സൂപ്പ് കുടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കും. ഗ്യാസ്ട്രിക് പ്രോബ്ലംസൊക്കെ നമ്മൾ
അതിൽ കടലൊക്കെ കഴിച്ചതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ അറബ്സിൻ്റെ ഫുഡിൽ അവരുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കടല. ഈ വെള്ളക്കടല, ബ്ലാക്ക് അല്ല. അത് മോസ്റ്റ്ലി എല്ലാ GCC കൺട്രീസിലും അറബ്സിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വെള്ളക്കടല കേട്ടോ. പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് തന്നത് കർക്കടയെന്ന് പറഞ്ഞിട്ട് ഡ്രിങ്കാണ്, ഈജിപ്ഷ്യൻ ഡ്രിങ്കാണ്. ആക്ച്വലി അത് ഞാൻ വീട്ടിൽ കഴിക്കാറുള്ള സംഭവമാണ്, കുടിക്കാറുള്ള സംഭവം. അത് തണുപ്പിച്ചിട്ടും ചൂടാക്കിയിട്ടും കഴിക്കാം. ഹൈബിസ്കസ് ടീ ആണ് ഈ കർക്കടയെന്ന് പറഞ്ഞ സാധനം, ഹൈബിസ്കസ് ടീ. ഓക്കെ, അത് റെഡ് കളറിൽ. അപ്പോൾ അവർ പറഞ്ഞ് അവിടെ ഫേമസ് ഈ കർക്കട, ഈജിപ്ഷ്യൻ ഡ്രിങ്ക് കർക്കടയാണ് എന്നാണ്. പിന്നെ ഞാൻ അവരുടെ കിച്ചണിലൊക്കെ പോയി, കിച്ചണിലൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ ഓർഡർ ചെയ്തതിനനുസരിച്ചിട്ട് ലൈവായിട്ട് അവർ നല്ല ഫ്രഷ് മീറ്റും എല്ലാം ഫ്രഷാണ് കേട്ടോ. അതാണ് അവർ കുക്ക് ചെയ്ത് തരുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഈ തക്കാളിയും ഉള്ളിയും ഗ്രില്ലിൻ്റെ കൂടെ വേണം. അത് ഗ്രില്ല് ചെയ്തിട്ട് അവർക്ക് വേണം. അത് തക്കാളി മസ്റ്റാണ്, ഉള്ളി മസ്റ്റാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ പേര് അമ്മൂൺ റെസ്റ്റോറൻറ്റ്, ഷാർജ ക്ലോക്ക് ടവർ, ഓപ്പോസിറ്റ് ടു NMC ഹോസ്പിറ്റൽ. എൻ്റെ വീഡിയോ കണ്ട് പോകുന്നവർക്ക് 30% ഡിസ്കൗണ്ട് ഉണ്ട്. തലാബാത്തിൽ ഓർഡർ ആക്കുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട്.